രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. അവന്റെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടതും ഒപ്പം അവളുടെയും കണ്ണുകൾ ഒഴുകിയിറങ്ങി. തന്നെ ഭ്രാന്തുപോലെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം ഹൃദയം പിടയുന്നവൻ, താനൊരാളുടെ ഇല്ലായ്മ കൊണ്ട് ജീവിതം വെറുത്തുപോയവൻ, എന്തു വന്നാലും പാറപോലെ ഉറച്ചു നിൽക്കുന്നവനെ ഹൃദയം കൊണ്ട് തോൽപ്പിക്കാൻ ഈ ലോകത്ത് കഴിയുന്ന ഒരേ ഒരാൾ താൻ മാത്രമാണ്. അവരവനെ ആർക്കെങ്കിലും തകർക്കാൻ പറ്റുമെങ്കിൽ അത് തനിക്ക് മാത്രം അവകാശപ്പെട്ടാണ്. അവന്റെ ഉയിരും ഉടലും ശ്വാസവുമെല്ലാം തനിക്ക് മാത്രം സ്വന്തമാണ്. അത്രയും ഹൃദയം കൊണ്ട് പ്രിയപ്പെട്ടവനാണ് ഇന്ന് തന്റെ തിരസ്കാരത്തിന്റെ പേരിൽ ഉള്ളുരുകി ഇങ്ങനെ മരിക്കുന്നത്. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് കുറച്ചു ദിവസം മുന്നേ ഉത്തര ചോദിച്ച ചോദ്യമാണ്. ഏതൊക്കെയോ വൃത്തികെട്ട നിഴലുകളുടെ ആട്ടം ഭയന്ന് എത്ര നാളാണ് ധാത്രി നീ ആ മനുഷ്യനെ നിന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നത്? ചില മുറിവുകൾ ഹൃദയം തകർത്തേക്കാം, പക്ഷെ തകർന്നുപോയ ആ ഹൃദയത്തെ ഒരു പൂവ് പോലെ കൈവെള്ളയിലേറ്റാൻ ആളുണ്ടെങ്കിൽ ആ കാലിലെ പൂജാപുഷ്പമായി മാറിയാൽ പിന്നെ മോക്ഷമാണെന്ന്. അതെ, തന്റെ മോക്ഷവും മുക്തിയും ഇവനാകുന്നു. മനസ്സും ഹൃദയവും ഒരുപോലെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഈ കണ്ട കാലയളവ് അത്രയും വേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ പൂർണ്ണ മനസ്സോടെ ഹൃദയം നിറഞ്ഞ നിറവോടെ അങ്ങനെയൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞതും അതുവരെ അവളുടെ മനസ്സിലുണ്ടായിരുന്ന സകല ആശങ്കകളും മാറി അവിടെ അവന്റെ പ്രണയം മാത്രം നിറഞ്ഞു. ഒരിക്കൽ കൂടി അവൾ ധാത്രിയായി, വംശിയുടെ മാത്രം ധാത്രി. ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന സന്തോഷത്തോടെ തന്റെ നെഞ്ചിൽ മുഖം അമർത്തി കിടക്കുന്നവനെ പെട്ടെന്ന് ശരീരത്തിൽ നിന്നും തിരിച്ചിട്ട് അവൾ അവന്റെ മുകളിലേക്ക് കയറി കിടന്നു. ഇത്തിരി നേരം വേണ്ടി വന്നു വംശിക്ക് എന്താ നടന്നതെന്ന് തന്നെ മനസ്സിലാക്കാൻ. പഴയ കുറുമ്പും കുസൃതിയും പുഞ്ചിരിയുമായി തന്റെ നെഞ്ചിൽ കിടക്കുന്നവളെ അത്ഭുതത്തോടെയാണ് അവൻ നോക്കിയത്. ധാത്രി. ആ ഒരു പകപ്പോടെ വിളിച്ചവനെ ഒരു കണ്ണിറുക്കി കാട്ടി പെണ്ണും മൂളി. എടി പറയ്. കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും അവളുടെ ചുണ്ടിലെ പുഞ്ചിരിക്ക് മാറ്റം വന്നില്ല. എന്താടി പെണ്ണെ? ഇത്തവണ അത്ഭുതത്തോടൊപ്പം പകപ്പും കൂടി എത്തി. രണ്ട് ചുണ്ടുകളും കൂടി ഒരുപോലെ കൂർപ്പിച്ചു വെച്ചവൾ കാണിക്കുന്ന കുറുമ്പിന്റെ ഏറ്റവും മനോഹരമായ ഭാവം. പലപ്പോഴും അവൾ ഇങ്ങനെയൊന്ന് ചുണ്ടു കൂർപ്പിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം താൻ അവളോട് ഓരോന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലും. അതിലേതെങ്കിലും ഒരു നിമിഷം അവളുടെ ചുണ്ടിങ്ങനെ കൂർത്തു വരുന്നത് നോക്കി അപ്പാടെ അവളെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു വംശിയുണ്ടായിരുന്നു. ധാത്രി. ഏതൊക്കെയോ ഓർമ്മകളിൽ അവന്റെ ശബ്ദം വിറച്ചു. അവന്റെ മുകളിൽ കയറി കിടന്ന് അപ്പോഴേക്കും ആ ഷർട്ടിന്റെ ബട്ടൺസുകൾ ഇരുവശത്തേക്കും അവൾ വിടർത്തി കഴിഞ്ഞിരുന്നു. എന്താ നീ? അവൻ ചോദിക്കുന്നതിനിടയിൽ തന്നെ അവളുടെ ചുണ്ടുകൾ അവന്റെ ഒന്ന് തൊട്ടുമാറി. പുറത്തു വന്നത് പൂർത്തിയാക്കാൻ പോലും കഴിയാതെ അവൻ വിറച്ചുപോയി. എത്രയൊന്ന് വേണ്ടെന്ന് വെച്ച് അടക്കി നിർത്താൻ തുടങ്ങിയവതൊക്കെയും അവന്റെ ഉള്ളിൽ നിന്ന് 1000 ഇരട്ടി വേഗത്തിൽ കുതിച്ചു പൊങ്ങാൻ തുടങ്ങിയതും ഇറുക്കി അടച്ചവന്റെ കണ്ണുകളിൽ ആ നിമിഷം അത്രയും പോയിപ്പോയ ഏതോ സുന്ദരമായ കാലയളവുകളായിരുന്നു. താനൊന്ന് മുത്തിയപ്പോൾ പോലും അവന്റെ മുഖവും ശരീരവും നോക്കി അവൾ അങ്ങനെ വെറുതെ കിടന്നു. മിഴിനീർ കോണിലൂടെ 2 തുള്ളി ആ നെഞ്ചിലേക്ക് വീണു. വംശി പെട്ടെന്നാണ് കണ്ണു തുറന്നത്. ദാ, എന്നെ എന്നെ സ്നേഹിക്കുമോ? പെട്ടെന്ന് കേട്ട ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ അവന്റെ കണ്ണുകൾ ചുരുങ്ങി. പറവിച്ചേട്ടാ, എന്നെ സ്നേഹിക്കുമോ? നിന്നെ മാത്രമല്ലേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ ധാത്രി. കണ്ണീരോടെ ചോദിക്കുന്ന പെണ്ണിനെ കുറച്ചും കൂടി തനിക്ക് മുകളിലേക്ക് കയറ്റിക്കിടത്തി അവൻ അത്രയും അരുമയോടെ ചോദിച്ചു. ആ, അങ്ങനെയല്ല. അല്പം മുന്നേ അവന്റെ കണ്ണിൽ നോക്കി ചോദ്യം ചോദിച്ചവളുടെ മുഖം പെട്ടെന്ന് താഴ്ന്നു. പിന്നെ ഉള്ളിൽ അറിയാതെ ഉയർന്നു പോകുന്ന പ്രതീക്ഷയുടെ സന്തോഷത്തിന്റെ ഒരു തരി തൊണ്ടക്കുഴിയിൽ വന്ന് തടഞ്ഞു നിർത്തുമ്പോഴും അവൻ പിന്നെയും ചോദിച്ചു. ആഗ്രഹിച്ചതല്ല കേൾക്കുന്നതെങ്കിൽ ഇനിയൊരു സങ്കടം കൂടി വയ്യ. എന്നെ പഴയ പോലെ, അന്ന് സ്നേഹിച്ച പോലെ? വിറച്ചും പതുങ്ങിയും പാതിയുമൊക്കെ മുറിഞ്ഞാണ് ആ ശബ്ദം പുറത്തേക്ക് വന്നത്. ഒരൊറ്റ നിമിഷം കൊണ്ട് വംശി അവളെ തനിക്ക് കീഴിലാക്കി. ആ മുഖത്ത് നോക്കി തന്നെ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി അവിടെ ഒരു ഇത്തിരി വേദനിപ്പിച്ച് കടിച്ചു. വല്ലാത്തൊരു വേദനയും അതുപോലെ തന്നെ നാളുകൾക്കപ്പുറം അറിയുന്ന അനുഭൂതിയും. ഇങ്ങനെയാണോ ധാത്രി? അല്പം ഉയർന്ന അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് മൂക്കിന്റെ തുമ്പിൽ വെറുതെ ഒന്ന് തൊട്ട് ചുണ്ടിന്റെ കോണിൽ വെറുതെ ഒന്ന് ഉരസി അവൻ ചോദിച്ചതും പെണ്ണിന്റെ മുഖം തൊണ്ടിപ്പഴം ചുവക്കുന്ന പോലെ ചുവന്നു. നാളുകൾക്കിപ്പുറം തന്റെ പഴയ ധാത്രി. ഹൃദയം തുളുമ്പി പൊട്ടും പോലെ വംശിയുടെ കണ്ണ് നിറഞ്ഞു. പറയ്, ഇങ്ങനെയാണോ? അവളുടെ നാണം വീണ്ടും പൂക്കാനെന്ന പോലെ അവന്റെ ചോദ്യം കേട്ടതും
പെണ്ണവനെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് ആ കാതിൻ തുമ്പിൽ അമർത്തി മുത്തി. അവളുടെ അനുവാദം. പൂർണ്ണമായ സമ്മതത്തോടെ കിട്ടിയ തന്റെ പെണ്ണിന്റെ പ്രണയം. സന്തോഷം കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി വംശിക്കും. അത് പക്ഷേ ഒരു തോന്നൽ മാത്രമല്ലെന്നറിയാൻ പിന്നെ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. ഈ പോയ കാലമത്രയും അവൻ അവൾക്കായി സൂക്ഷിച്ചു വെച്ച പ്രണയമെല്ലാം ഒരു പേമാരി പോലെ ആർത്തു പെയ്തു. അതിൽ പലപ്പോഴും ധാത്രി നനഞ്ഞു വിറച്ചുപോയി. ഇടയ്ക്കെപ്പോഴോ അവന്റെ പ്രണയം അവൾക്ക് താങ്ങാൻ പറ്റാതെ പോയ നിമിഷത്തിൽ ജീവശ്വാസം നൽകി അവൻ പിന്നെയും പിന്നെയും ആ ചുണ്ടുകളെ താലോലിച്ചു. അവന്റെ വിരലുകളും ചുണ്ടുകളും തൊട്ടൊഴിയാത്തതൊന്നും ഇപ്പോൾ തന്നിലില്ലെന്നുള്ള ഓർമ്മയിൽ അവൾ നാണം കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. താൻ നൽകിയ വേദനയിലും പ്രണയത്തിലും ആലസ്യം പൂണ്ടു കിടന്നവളെ അവൻ ഒന്നുകൂടി നോക്കി. തനിക്ക് ഇരുവശവും കൈകൾ കുത്തി നിൽക്കുന്നവന്റെ കണ്ണിലേക്ക് ധാത്രി നോക്കി. ഇപ്പോഴും ബാക്കിയായി കിടക്കുന്ന എന്തോ ഒരു സംശയം. ഞാൻ വിച്ചേണ്ടയല്ലേ? അത് മതിയായിരുന്നു അവൻ അവളിലേക്കുള്ള അവസാന പ്രതിബന്ധവും ഭേദിക്കാൻ. പൂർണ്ണമായും തന്നിലേക്ക് മാത്രമായി തിര പോലെ ആഞ്ഞടിക്കുന്ന വംശി. വിരുന്നുപോലെ ഓർമ്മയിലേക്ക് എത്തിയ ഏതൊക്കെയോ നിഴലുകളെ അവന്റെ സ്നേഹം കൊണ്ട് അവൾ തിരുത്തി ഓടിച്ചു. പൂർണ്ണമായും വംശി ധാത്രിയിൽ നിറഞ്ഞാടി. അവസാനം പ്രണയത്തിന്റെ പാരമ്യതയിൽ എപ്പോഴോ ആകെ വിറച്ചവന്റെ ശരീരം അവളുടെ മാറിൽ തളർന്നു വീണു. ആ നിമിഷം ഒരുപോലെ അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കെന്തിഷ്ടമാണെന്നറിയാമോ ഈ വാശിയെ? കണ്ണീരിനിടയിലും അവൾ പണ്ട് പറയാറുള്ള പോലെ അവന്റെ രണ്ട് കവളും പിടിച്ചു വലിച്ച് നെറുകയിൽ അമർത്തി ചുംബിച്ചുകൊണ്ടവൾ പിന്നെയും ചോദിച്ചു. എനിക്ക് ഈ ലോകത്ത് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. അവളെ നെഞ്ചോടടക്കി പിടിച്ച് കിടക്കുമ്പോൾ ഈ ലോകം ജയിച്ച സന്തോഷമായിരുന്നു വംശിക്കും. ഇനി ഒന്നിനു വേണ്ടിയും മറ്റൊന്നും ബാക്കി നിർത്തണ്ട എന്നുള്ള തീരുമാനവും. ചെവിക്കീഴിൽ കിടക്കുന്ന ഫോണിന്റെ വൈബ്രേഷൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ ഇടത് കൈവച്ച് അത് തട്ടിമാറ്റി. പിന്നെയും ആ ശബ്ദം അടുത്ത് കിടക്കുന്നവളുടെ ഉറക്കം കൂടി നഷ്ടപ്പെടുത്തിയതും അവൾ എഴുന്നേറ്റ് എന്തോ അറയ്ക്കുന്ന തെറി ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് ആ കോൾ ഓഫ് ചെയ്യാൻ പോയതും അറ്റൻഡായിപ്പോയി. പരമേശ്വര, ഡോ പരമേശ്വര! അലറും പോലെയുള്ള ശബ്ദമാണ് അതിൽ നിന്നും കേട്ടത്. നട്ടപ്പാതിരയ്ക്ക് ബുദ്ധിമുട്ടിക്കാൻ വിളിച്ചതാണോടോ? ആരാണെങ്കിലും രാവിലെ വിളിക്കാൻ തോക്ക്, ചുമ്മാ മനുഷ്യന്റെ ഉറക്കം കളയാൻ. പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഫോൺ വെക്കാൻ തുടങ്ങിയതും, ഫോൺ കൊടുക്കടി നിന്റെ കൂടെ കിടക്കുന്നവന്, അല്ലെങ്കിലുണ്ടല്ലോ പൊന്നുമോളെ ഇപ്പൊ തന്നെ ഞാൻ ആ മുറിയിലേക്ക് തള്ളി കയറി വരും. പിന്നെ നീയും നിന്റെ ആ സാറും ഉണ്ടല്ലോ അനുഭവിക്കും. വൃത്തികെട്ട രീതിയിലുള്ള അയാളുടെ സംസാരം കേട്ടാലും അരയ്ക്കുന്ന ത്രീതിയും പിന്നെ കാര്യം പറയുമ്പോഴുള്ള അയാളുടെ അധികാരഭാവവും. അവൾ തെല്ലൊന്ന് ഭയന്നുകൊണ്ട് കമിഴ്ന്നു കിടന്നുറങ്ങുന്ന പരമേശ്വരനെ വിളിച്ചുണർത്തി. എന്താടി, ഇന്നലെ രാത്രി തന്നെ നിന്നെ സെറ്റിൽ ചെയ്തതല്ലേ? അപ്പൊ പിന്നെ വേണമെങ്കിൽ ഇറങ്ങി പൊക്കൂടെ നായേ? അയാൾ അവളുടെ കൈ പിടിച്ച് തിരിച്ചുകൊണ്ട് എഴുന്നേറ്റിരിക്കാൻ നോക്കി. എനിക്ക് ഇറങ്ങിപ്പോകാൻ തന്റെ ഔദാര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. വന്ന ജോലി വൃത്തിയായിട്ട് ചെയ്ത യാമിനി കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാനും എനിക്കറിയാം. ഇതിപ്പോ തന്റെ ഏതോ മോന് നട്ടപ്പാതിരയ്ക്ക് എന്നെ കിട്ടിയേ പറ്റൂ. വേണമെങ്കിൽ എടുത്ത് സംസാരിക്കടോ. പാതി നിവർന്നിരുന്നവനെ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ടവർ കൈ കുടഞ്ഞു അയാളുടെ നേരെ ചീറി. അവളുടെ ആ ചീത്തവിളിയും ഇന്നലെ അടിച്ച കള്ളിന്റെ എഫക്റ്റും എല്ലാം കൂടി ദേഷ്യം വന്നയാൾ ഫോണിൽ നോക്കുമ്പോൾ കണ്ടത് തന്റെ കമ്പനിയുടെ പാർട്ട്ണറിന്റെ നമ്പറാണ്. അയാൾ ഫോണിലേക്ക് ഒന്നും കൂടി സമയം നോക്കി, അതറിയാൻ വേണ്ടി. രാത്രി 3 മണിക്ക് ഇവനെന്താ ഇപ്പൊ എന്നെ കൊണ്ട് ആവശ്യം? ആലോചിച്ചുകൊണ്ട് തന്നെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ രാജാ? ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത് ഇന്നെന്നെ ഒന്നിനും വിളിച്ച് ശല്യം ചെയ്യരുതെന്ന്. തന്റെ ശരീരത്തിലേക്ക് കംഫർട്ടിന്റെ ഒരറ്റം പിടിച്ചിട്ട് അയാൾ ചാരിയിരുന്നു. ശല്യം, കോപ്പ്, താൻ ഇത് എന്താണിട്ടാടോ ഈ കുന്തളിക്കാൻ പോയത്? രാജന്റെ ശബ്ദത്തിലെ വ്യത്യാസം പരമേശ്വരനെ തെല്ലൊന്ന് ജാഗരൂകനാക്കി. എന്താ രാജ, എന്താ പ്രശ്നം? ഇതിൽ കൂടുതൽ ഇനി എന്ത് പ്രശ്നം വരാനാടോ? എല്ലാം തീർന്നില്ലേ? ദേഷ്യവും സങ്കടവും കരച്ചിലും ഒക്കെയായി അയാളുടെ ശബ്ദം അങ്ങ് വിളറി മാറി. ദേ രാജ, രാത്രിയിൽ കഴിച്ച ബ്രാൻഡ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കിരുന്ന് പിച്ചുമേയും പറഞ്ഞാൽ മതി. അല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന എന്റെ ഉറക്കം കൂടി നശിപ്പിക്കാൻ വരരുത് നീ. എന്തെങ്കിലുമൊക്കെ കൂതറ സാധനം രാത്രിയിൽ വലിച്ചു കയറ്റിയിട്ട് നിനക്ക് സ്ഥിരമുള്ളതാ ഇതുപോലത്തെ ഓരോ പരിപാടി. അയാൾക്ക് അരിശം വരുന്നുണ്ടായിരുന്നു. ഉറങ്ങാമെടാ, ഇനി ഉറങ്ങാം. ഇനി നമുക്കെല്ലാം കൂടി ഒരു പോക്ക് പോയങ്ങ് ഉറങ്ങാം. എടാ മോനെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ചൊവ്വേ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയടോ. അല്ലാതെ അവിടെയും ഇവിടെയും തൊട്ട് നീ പറഞ്ഞാൽ അത് ഗണിച്ചെടുക്കാൻ എനിക്ക് കണിയാണ്ട പരിപാടിയൊന്നും ഇല്ല. എങ്ങും തൊടണ്ട, എവിടെയും താനിനി തൊടാൻ പോണ്ട. ഇപ്പൊ കിടക്കുന്ന തന്റെ AC മുറിയിൽ TV ഉണ്ടെങ്കിൽ അത് വെക്ക്. അല്ലെങ്കിൽ കയ്യിലെ ഫോണിലേക്കൊന്ന് നോക്കിയാലും മതി. അപ്പൊ അറിയാല്ല. തീർന്നടോ, നമ്മൾ തീർന്നു. എല്ലാം കൊണ്ടും വട്ടപൂജ്യമായി.
പറയുന്നതിന്റെ ഒപ്പം രാജൻ വലിയ വയലിൽ നിലവിളിക്കുന്നതും കൂടി കേട്ടതും പരമേശ്വരന് എന്തൊക്കെയോ പന്തികേട് മണത്തു. അയാൾ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കാൻ പോയതും കാണുന്നത് ഡ്രസ്സ് ചെയ്തു വന്ന യാമിനി നേരെ അയാളുടെ വാലറ്റ് കയ്യിലെടുത്തതാണ്. ഇനി എന്തിനാടി നിനക്കെന്റെ പേഴ്സ്? കിട്ടാനുള്ളതെല്ലാം നീ കണക്ക് പറഞ്ഞ് ഇന്നലെ രാത്രി തന്നെ വാങ്ങിച്ചെടുത്തിട്ടല്ലേടി കിടന്നു തന്നത്? പുച്ഛത്തോടെ അവളെ നോക്കി അയാൾ ചോദിച്ചതും യാമിനി അയാൾക്ക് മതി പുച്ഛം തിരിച്ചു കൊടുത്തിട്ട് പേഴ്സിൽ നിന്ന് 1000 രൂപയും കൂടി എടുത്തു. ഇന്നലെ താൻ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾക്ക് കിടന്നു തന്നതിന്റെ കാശാണ് കണക്കും പ്രകാരം ഞാൻ എണ്ണി വാങ്ങിച്ചത്. പക്ഷെ ഇത് എനിക്ക് തിരിച്ചു പോകാനുള്ള ടാക്സി ക്യാഷാണ്. ഇന്നലെ വാങ്ങിയെടുത്തതിൽ നിന്ന് 50 രൂപ ചെലവാക്കടി, അല്ലാതെ അതും എന്റെ അണ്ണാക്കിൽ നിന്ന് കൈയിട്ട് വരാതെ. അയാൾ എത്തിപ്പിടിച്ച് അവളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങാൻ പോയതും അവൾ ആ പേഴ്സ് എടുത്ത് ബെഡിലേക്ക് ഒരു ഏറ് കൊടുത്തു. ഹും, വീട്ടിൽ ഭാര്യയെ പ്രതിഷ്ഠ പോലെ ഇരുത്തിയിട്ട് ഈ ജാതി പണിക്ക് വരുന്നവന്മാരുടെ അണ്ണാക്കിൽ നിന്നും കൊരവള്ളി വരെ ഊരിയെടുത്താലും അതിന്റെ ദൈവം ഞങ്ങൾക്കൊപ്പമേ നിൽക്കൂ. അതുകൊണ്ട് പരമേശ്വരൻ സാറ് പൊടിക്കൊന്ന് അടങ്ങുന്നത് നല്ലതാണ്. അടിച്ച് അണ്ണാക്കിൽ കൊടുക്കുന്ന പോലെ ഒരു മറുപടിയും പറഞ്ഞവൾ ഇറങ്ങിപ്പോയതും അയാൾ അരിശം കൊണ്ട് പല്ലിറുമി. സാധാരണ ദേഷ്യത്തിന്റെ പിന്നാലെ പോയി അവൾക്കിട്ടൊന്ന് കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഇറങ്ങിപ്പോയത് യാമിനിയാണ്. അവൾക്കൊന്നു കൊടുത്താൽ 9 തിരിച്ചു തരും. ഹും, നിന്നെ ഇനിയും എന്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ നിനക്ക് പലിശ സഹിതം തന്നിരിക്കും. പറയുന്നതിന്റെ ഒപ്പം തന്നെ അയാൾ ഫോൺ തുറന്നതും ബിസിനസ്സുമായി ബന്ധപ്പെട്ട പലരുടെയും മിസ് കോൾ കണ്ടു. അതുവരെ ഇല്ലാതിരുന്നൊരു ഭയം അയാളിൽ എവിടെ നിന്നോ ഊറിക്കൂടി. ആ സമയത്ത് വന്നൊരു വാട്സപ്പ് നോട്ടിഫിക്കേഷൻ നോക്കാനായി അയാൾ വാട്സപ്പ് തുറന്നതും പല അക്കൗണ്ടിൽ നിന്നുള്ള ഒരുപാട് മെസ്സേജുകൾ കിടക്കുന്ന കണ്ടു. അതിൽ ഏറ്റവും മുകളിലുള്ള വൈകുണ്ഠം അസോസിയേറ്റ്സിന്റെ മേജർ ഷെയർ ഹോൾഡറിന്റെ ഫോൾഡർ തുറന്നതും അയാൾ ഞെട്ടിപ്പോയി. തകർന്നു നിൽക്കുന്ന ആ അവസ്ഥയിൽ പോലും പരമേശ്വരന് സഹിക്കാൻ പറ്റുന്നതിന് മുകളിൽ ദേഷ്യം വന്നാൽ ആ മുറി പിളർക്കും പോലെ ഉറക്കെ അലറി. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.